വിവാദങ്ങൾക്കൊടുവിൽ പേരുമാറ്റിയ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പുതുക്കിയ പതിപ്പ് ഇന്ന് സെൻസർ ബോർഡിന് മുന്നിൽ പ്രദർശിപ്പിക്കും. സിനിമയുടെ രണ്ടിടങ്ങളിൽ ജാനകി എന്ന പേര് പരാമർശിക്കുന്ന ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്തും കോടതി രംഗത്തിലെ ഒരു ഡയലോഗ് മ്യൂട്ട് ചെയ്തുമാണ് റീസെൻസറിങ്ങിന് എത്തുന്നത്. സർട്ടിഫിക്കറ്റ് ലഭിച്ച ഉടൻ തന്നെ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. നവമി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഏറെ പ്രതിസന്ധികൾക്കും വിവാദങ്ങൾക്കും ഒക്കെ ഒടുവിൽ വഴങ്ങിക്കൊടുക്കാൻ അണിയറ പ്രവർത്തകർ തയ്യാറായതോടുകൂടി കോടതിയുടെ കൂടി ഇടപെടലിൽ ഇത്രയും പെട്ടെന്ന് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും എന്നാണ് സിനിമാ പ്രേമികളും പ്രതീക്ഷിക്കുന്നത്. ഇന്ന് റീസെൻസറിംഗ് നടത്തിയ പതിപ്പ് സെൻസർ ബോർഡിന് മുന്നിലേക്ക് എത്തുകയാണ്. ഇതോടുകൂടി പ്രശ്നങ്ങളെല്ലാം തീർന്നു, സർട്ടിഫിക്കറ്റ് ലഭിക്കും എന്ന പ്രതീക്ഷയാണ് മുന്നിലുള്ളത്, അല്ലേ? ആര്യ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഇതിന്റെ അണിയറ പ്രവർത്തകർ വഴങ്ങി എന്നതിനപ്പുറത്തേക്ക് സെൻസർ ബോർഡ് വഴങ്ങിയെന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ജാനകി എന്ന പേര് മാറ്റിയിട്ടില്ല, ജാനകിക്ക് ഇൻഷ്യൽ കൂടി ചേർത്തു. വിദ്യാധരൻ, ജാനകി വിദ്യാധരൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. അതിൽ വി എന്ന പേരും കൂടി ചേർത്ത് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കി. അതോടൊപ്പം 96 ഇടങ്ങളിൽ സെൻസർ ബോർഡ് കട്ട് പറഞ്ഞെടുത്ത് തികച്ചും 2 ഇടങ്ങളിൽ മാത്രമാണ് കട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് കട്ടല്ല, പകരം മ്യൂട്ടായിരിക്കും ചെയ്യുക. കാരണം അതിൻ്റെ ഡബ്ബിംഗ് ഒക്കെ ചെയ്ത് വീണ്ടും വരുന്നതിന്, പേര് മാറ്റുന്നതിനൊക്കെ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഒപ്പം വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകും. അങ്ങനെ സെൻസർ ബോർഡ് വേണമെങ്കിൽ ഹൈക്കോടതി കൂടി സിനിമ കണ്ട സാഹചര്യത്തിൽ ചെറിയൊരു വിട്ടുവീഴ്ചയൊക്കെ തയ്യാറായി എന്ന് വേണം നമുക്ക് പറയാൻ. ഇതിൻ്റെ വാദപ്രതിവാദങ്ങൾക്കിടയിലൊക്കെ കോടതിയിൽ പ്രധാനമായും ഓരോ ഈ സെൻസർ ബോർഡ് ഉയർത്തുന്ന വാദങ്ങൾക്കൊക്കെ കോടതിയുടെ മറുപടി, അത് താൻ സിനിമ കണ്ടതാണല്ലോ, അങ്ങനെ തോന്നിയില്ലല്ലോ എന്നുള്ള മറുപടിയൊക്കെ ചെറിയ രീതിയിലെങ്കിലും ഈ സെൻസർ ബോർഡിനെ കുഴപ്പിച്ചു എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അത് നിർമ്മാതാക്കൾക്ക് വലിയ അനുകൂലമായിട്ടുള്ള കാര്യമായി തന്നെ വന്നു. അതുകൊണ്ട് തന്നെയാണ് വലിയ പരിക്കുകളൊന്നുമില്ലാതെ ജാനകി ഉടനെ തന്നെ തിയേറ്ററുകളിൽ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി, രാത്രിയോടുകൂടി തന്നെ ഇതിൻ്റെ റീസെൻസറിങ് എല്ലാം പൂർത്തിയായി. കട്ടൊക്കെ മാറ്റി 2 ഇടങ്ങളിലാണ് ഇപ്പോൾ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നത്. അത് കോടതി മുറിയിൽ ജാനകിയെ വിസ്തരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ചിലയിടങ്ങളിൽ മ്യൂട്ട് ചെയ്യുകയും ജാനകി എന്ന് പരാമർശിക്കുന്ന 2 ഇടങ്ങളിലും മ്യൂട്ട് ചെയ്തുമാണ് ഇപ്പോൾ ഈ പുതിയ പതിപ്പ് സെൻസർ ബോർഡിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ പുതിയ പതിപ്പ് കിട്ടിയാൽ 3 ദിവസത്തിനുള്ളിൽ സെൻസർ ബോർഡ് അംഗീകാര സർട്ടിഫിക്കറ്റ് നൽകുമെന്നായിരുന്നു കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് സമർപ്പിച്ച സാഹചര്യത്തിൽ 2 ദിവസം, വെള്ളിയാഴ്ചയോടുകൂടി ഒക്കെ ഈ സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കും. അതിനുശേഷം അടുത്ത അനുകൂലമായ ഒരു തീയതി കിട്ടിയാൽ മിക്കവാറും അടുത്ത വെള്ളിയാഴ്ച ആകാനായിരിക്കും സാധ്യത. തിയേറ്ററുകളിലേക്ക് ചിത്രം എത്തും. അപ്പോഴും അണിയറ പ്രവർത്തകരുടെ ചെറിയൊരു ആശങ്ക എന്ന് പറയുന്നത്, ഈ തിയേറ്ററിൽ നമ്മൾ അത്രയും സിനിമയെ ഇൻവോൾവ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ മ്യൂട്ട് വരുന്ന ഭാഗത്ത് ആളുകൾക്ക് ചെറിയൊരു അരോചകം ഉണ്ടാകുമോ എന്നൊരു ആശങ്ക കൂടി സിനിമയുടെ നിർമ്മാതാവും സംവിധായകനും ഒക്കെ പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും പ്രേക്ഷകർക്കറിയാം, അല്ലെങ്കിൽ സിനിമയെ പ്രേമിക്കുന്നവർക്കറിയാം എന്താണ് സംഭവിച്ചതെന്ന്. അതുകൊണ്ട് ആ മ്യൂട്ട് ചെയ്യുന്ന ഭാഗത്ത് ആളുകൾ തന്നെ അത് ജാനകിയാണ് ഉച്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സിനിമ കാണും, വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് അവരുടെ അണിയറ പ്രവർത്തകരുടെ ഒക്കെ പ്രതീക്ഷയും. അങ്ങനെ തന്നെ ആകട്ടെ. എന്തായാലും വലിയ വിവാദങ്ങൾക്കൊടുവിലാണ് JSK എന്ന ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഉടനെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടും നമ്മൾ സംവിധായകനെ കാണുമ്പോഴും അദ്ദേഹം പറയുന്നത്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള സെൻസർ ബോർഡിന്റെ ഇത്തരത്തിലുള്ള കടന്നുകയറ്റം അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം സിനിമാ സംഘടനകൾ തുടങ്ങിക്കഴിഞ്ഞു. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം ലഭിക്കാതെ ഇതിൽ നിന്ന് പിന്മാറുകയില്ല. ഇന്നിപ്പോൾ ഒരു സിനിമയ്ക്കുണ്ടായ അനുഭവം, കഴിഞ്ഞ തവണ നമുക്കറിയാം, ഈ എമ്പുരാൻ തിയേറ്ററുകളിൽ എത്തിയ ശേഷമാണ് സമാനമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായത്. അങ്ങനെ വീണ്ടും ഒരു സിനിമയ്ക്ക് കൂടി ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, അതും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ സെൻസർ ബോർഡിന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അത് കൃത്യമായിട്ടുള്ളൊരു മാർഗനിർദ്ദേശം നൽകണം. ഇതിൻ്റെ സിനിമാ സംഘടനകൾക്ക് അല്ലെങ്കിൽ സിനിമാ സംവിധായകർക്കടക്കം എന്തൊക്കെ പാടില്ല ഒരു സിനിമയിൽ, എന്തൊക്കെ ആകാം എന്നതിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം നൽകിയാൽ മാത്രമേ വിവാദങ്ങളെല്ലാം ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഇനി
ഇനി സിനിമ എടുക്കാൻ പോകുന്ന ആളുകളെ സംബന്ധിച്ചെല്ലാം ഏതൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ പേരുപയോഗിക്കണം, സിനിമയുടെ പേര് എങ്ങനെയായിരിക്കണം, അതിലെ കഥാപശ്ചാത്തലം എങ്ങനെയൊക്കെ വരണം എന്നുള്ളത് ഒരു കൂട്ടം ആളുകളാണ് നിശ്ചയിക്കുന്നത് എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ വിവാദങ്ങളെല്ലാം മുന്നോട്ട് വെക്കുന്നത് എന്നതുകൂടിയാണ് യാഥാർത്ഥ്യം. അത് തീർച്ചയായും ആര്യ, കോടതിയിൽ പോലും സെൻസർ ബോർഡ് ഉയർത്തിയ ഒരു വാദം, അതായത് ജാനകി എന്ന പെൺകുട്ടിയെ ക്രോസ് വിസ്താരം ചെയ്യുന്ന പ്രതിഭാഗം വക്കീല് അത് മറ്റൊരു മതത്തിൽപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ മറ്റൊരു മതത്തിൽപ്പെട്ട ആളുടെ പേരാണ്, അതെങ്ങനെ സാധിക്കുമെന്ന് സെൻസർ ബോർഡിൻ്റെയൊക്കെ വാദം അതെങ്ങനെയാണ് ഉൾക്കൊള്ളുക എന്ന് മനസ്സിലാകുന്നില്ല. കാരണം ജാനകി എന്ന അത് ആ സിനിമ 2018 എൻ്റെ ഓർമ്മശരി 2018 തോന്നുന്നു, അങ്ങനെ ഒരു പെൺകുട്ടി ഒരു വിക്ടിം ആകുകയും ഒരു പീഡനത്തിന് ഇരയാകുകയും പിന്നീട് അവൾ നീതി തേടി കോടതിയിലേക്ക് പോകുന്നതുമായിട്ടുള്ളൊരു സംഭവമാണ് ഈ സിനിമയുടെ കഥ. അപ്പോൾ ഒരു പെൺകുട്ടി പീഡനത്തിന് ഇരയാകുന്നതല്ല, അവൾ കോടതിയിലെത്തുമ്പോൾ അവളെ ക്രോസ് വിസ്താരം ചെയ്യുന്നത് അന്യമതത്തിൽപ്പെട്ട ഒരു നാമത്തിലുള്ള ഒരു വക്കീലാണെന്നുള്ളതാണ് സെൻസർ ബോർഡിനെ ഏറെ ആശങ്കപ്പെടുത്തുന്നത്. ഇതൊക്കെ എത്രയും ബാലിശമായിട്ടുള്ളൊരു വാദമാണെന്ന് തന്നെയാണ് നിർമ്മാതാക്കൾ, സിനിമാ സംഘടനകളുടെ അഭിഭാഷകൻ പോലും കോടതിയിൽ വാദിച്ചത്. അങ്ങനെ സെൻസർ ബോർഡ് ഇത്തരത്തിലുള്ള ഒരു മതസ്പർദ്ധ ഉണ്ടാകും, സമൂഹത്തിൽ മതസ്പർദ്ധ ഉണ്ടാകും എന്ന തരത്തിലൊക്കെ പറയുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു രീതിയിലേക്ക് മാറുകയാണ്. ഇത് ഒഴിവാക്കണം, കൃത്യമായിട്ടുള്ളൊരു മാർഗനിർദ്ദേശം വേണം. എന്തൊക്കെയാണ് ആവശ്യമില്ലാത്തത്, എന്തൊക്കെയാണ് വേണ്ടത് എന്നീ കാര്യങ്ങൾ കൃത്യമായി തന്നെ ഈ സെൻസർ ബോർഡ് വ്യക്തമാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം സിനിമാ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുകയാണ്. വലിയ പ്രതിഷേധം നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടതാണ്. ഈ ജാനകിക്ക് വേണ്ടി പിന്തുണയുമായി സിനിമയിലെ എല്ലാ സംഘടനകളിലെ ആളുകളും ഒന്നിച്ചെത്തി. നാളെ ഈ പ്രവീൺ നാരായണൻ എന്ന സംവിധായകന് സംഭവിച്ചതുപോലെ നാളെ എല്ലാ സംവിധായകന്മാർക്കും സംഭവിക്കാമെന്ന രീതിയിലേക്ക് തന്നെയാണ് ഇത് പോകുന്നത്. അത് സിനിമാ സംഘടനകളുടെ കാര്യമല്ല, എല്ലാ രീതിയിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള ഇത്തരത്തിലുള്ള കടന്നുകയറ്റത്തെ ഇനി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവരുടെ നിലപാടും. ഇന്നലെ മന്ത്രി ശിവൻകുട്ടി പോലും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ വി ശിവൻകുട്ടി എന്ന് ഇട്ടുകൊണ്ട് അത് വലിയ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ച ചെയ്ത അല്ലെങ്കിൽ വൈറലായ ഒരു കാര്യം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റും. അങ്ങനെ എല്ലാ രാഷ്ട്രീയമായിക്കോട്ടെ എല്ലാ മേഖലകളിൽ നിന്നും ഈ സിനിമാ സംഘടനയ്ക്ക് പൂർണ്ണ പിന്തുണയും ലഭിക്കുന്നുണ്ട്. ആ ധൈര്യത്തിൽ തന്നെയാണ് ജാനകിയുടെ നീതി ലഭിക്കുന്നത് വരെ കോടതിയിലെ ഏതറ്റം വരെ പോകുമെന്ന നിർമ്മാതാക്കളുടെ അല്ലെങ്കിൽ സിനിമാ സംഘടനകളുടെ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു രീതിയെ അവർക്ക് വലിയൊരു പിന്തുണ ലഭിച്ചത് കൊണ്ട് തന്നെയാണ് ആ രീതിയിലുള്ള നിയമപരമായിട്ടുള്ള പോരാട്ടം അത് തുടരുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് സിനിമാ സംഘടനകളും ഒക്കെ വ്യക്തമാക്കുന്നത്. എന്തായാലും ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഉടനെ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും. അത് എന്നാണ് ഡേറ്റ് എന്നുള്ളത് നമുക്ക് ഇന്ന് ഏകദേശം വൈകിട്ടോട് കൂടി മനസ്സിലാകും. ആര്യ.